ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. കുറേ നാളായി, ഒന്നൊന്നര മാസമായിട്ടുണ്ടാവും. ചില പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഇടാൻ. പിന്നെ ബിസി ആയിപ്പോയി, കുറേ കാര്യങ്ങൾ ഇടയിൽ വന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരു വെഡ്ഡിങ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോണ ഹൽദി ഫങ്ഷൻ ഇന്നാണ്. എൻ്റെ ചേച്ചിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ കല്യാണമാണ് കമ്മിങ് സൺഡേ. ഇന്ന് ഡേറ്റ് വന്നിട്ട് 16th ഓഗസ്റ്റ്. 18th കല്യാണം. അപ്പോൾ ഹൽദി ഫങ്ഷൻ ഇന്നാണ്. അപ്പോൾ അതിന് പോകേണ്ട കാര്യങ്ങൾ, ഹൽദിയുടെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൽദിക്ക് പോണത്. ഇതുവരെ ഞാൻ ഇന്ന് വരെ ആദ്യം ഹൽദിക്ക് പോയിട്ടില്ല. ഞാൻ പോയ കല്യാണങ്ങളിലൊന്നും ഹൽദി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് പോണത്. സോ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ചേച്ചി, ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. കുറേ കാര്യങ്ങളിടയിൽ വന്നു. അങ്ങനെ ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. ഇനി ചേച്ചി വരണം, ഉണ്ണി വരണം. അവരൊക്കെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് റെഡി ആയിട്ട് പോവാൻ. അപ്പോൾ കാണാം. അങ്ങനെ മോൻ സ്കൂൾ വിട്ട് വന്നു. അവനവിടെ ഹാളിലിരുന്നിട്ട് സ്നാക്സൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. ചേച്ചിയും വന്നു സ്കൂളിൽ നിന്ന് തന്നെ. വന്നിട്ട് ഞങ്ങളിതേ പോണേട്ട് മുന്നേ ഒരു ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അവൾ അവിടെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി കഴിക്കണ തത്രപ്പാടിലാണ്. ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൽദിക്ക് പോണത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള വർത്തമാനവും കാര്യങ്ങളൊക്കെ പറയായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത്. അതേപോലെ കല്യാണത്തിന് അന്ന് ഡാൻസ് ഉണ്ട്. വെഡ്ഡിങ് ഇപ്പോൾ ട്രെൻഡാണല്ലോ എല്ലാവരും ഡാൻസ് കളിക്കണതൊക്കെ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഓരോരോ കാര്യങ്ങളും പാട്ടും അതേപോലെ സ്റ്റെപ്പൊക്കെ എന്താണെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ കാണിച്ചു തരികയാണ് ഏതൊക്കെയാണ് ആദ്യത്തെ 2 സ്റ്റെപ്പ് എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഓരോ കുഞ്ഞു വിശേഷമൊക്കെ ആയിട്ട് പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനത്തെ ചായയൊക്കെ വെച്ച് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ചേച്ചി അപ്പുറത്ത് നിന്നിട്ട് ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി ചേച്ചി ആ ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ അവളെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഇഷ്ടമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷെ ഇപ്പം ഞാൻ കഴിക്കുമ്പോൾ അവൾ എന്നെ എന്താ പറയുക കളിയാക്കുകയാണ്. നീ ഇന്നലെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇപ്പം നീ എൻ്റെ അടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള ബിരിയാണി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നീ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം, ഫ്രഷായിട്ട് വേണം ഇനി പോകാനുള്ള കാര്യങ്ങൾ നോക്കാൻ. പാവർട്ടിയിലാണ് പരിപാടി. ചേച്ചിയുടെ വീട് കല്യാണപ്പെണ്ണിൻ്റെ വീട് പാവർട്ടിയാണ്, ചേട്ടൻ്റെ വീട് കുന്നാളത്തും. അപ്പോൾ പാവർട്ടി ഒരു ഹാളിലാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത്. സോ ഇനി കഴിച്ചിട്ട് ഫ്രഷായിട്ട് പോകണം. ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായതുകൊണ്ട് തന്നെ എത്തിയതും ലേറ്റായിട്ടാണ്. പക്ഷേ ചെന്നപ്പോൾ തന്നെ ഡാൻസും പാട്ടൊക്കെയാണ് കണ്ടത്. അത് മനുഷ്യ ചേച്ചി പഠിപ്പിച്ചായിരുന്ന സ്റ്റുഡൻസാണ്. ചേച്ചി ഇപ്പോൾ സ്കൂൾ മാറി വേറെ സ്കൂളിലാണ് പഠിപ്പിക്കണത്. സോ അവിടുത്തെ സ്റ്റുഡൻസാണ്. പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷമായിരുന്നു ഹൽദിയുടെ ഓരോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മഞ്ഞൾ ദീപിക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹൽദി, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞാനിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഒരു യെല്ലോ കളർ കുർത്തയായിരുന്നു. ചേച്ചി അതെ, എല്ലാവരും യെല്ലോ തന്നെ ആയിരിക്കും, പക്ഷേ യെല്ലോ വൈറ്റ് ക്രീം ഇതായിരുന്നു ഡ്രസ് കോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്.
എല്ലാ ഫോട്ടോ സെഷൻസും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഡി ജെ ആയിരുന്നു കേട്ടോ. ഒരു 1-1.5-2 മണിക്കൂറോളം ഡി ജെ ആയിരുന്നു. അടിപൊളിയായിരുന്നു ഡി ജെ. എല്ലാവരും കൂടി ഒരുമിച്ച് സൂപ്പറായിരുന്നു. എന്താ പറയുക, കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒക്കെ വന്ന് ഞാനൊക്കെ ഇങ്ങനെ ഇത്രയധികം എനർജറ്റിക് ആയിട്ട് ഡാൻസൊക്കെ ചെയ്യണത്. കംപ്ലീറ്റ് എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ശരിക്കും വെച്ചാൽ ചെറിയ പിള്ളേർ തൊട്ട് വലിയവർ വരെ അത്ര അടിപൊളിയായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ വേറെ എന്തായിരുന്നു കേട്ടോ, ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു ഫുഡ്. അതിനുശേഷം രാത്രി അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 8 മണി 9 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. 8 മണി 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചിക്കൻ ബിരിയാണി ആയിരുന്നു. സൂപ്പറായിരുന്നു. കഴിച്ച് ഞങ്ങളെല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നു.